എന്റെ പ്രിയ സുഹൃത്തുക്കളെ, സുരേഷ് ഗോപിക്ക് സങ്കടം ഉണ്ടായിരിക്കും. ഇതേപോലെ സങ്കടമുള്ള ഒരുപാട് ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ സുരേഷ് ഗോപിക്ക് നന്നായിരിക്കും. കാരണം സുരേഷ് ഗോപി പറയുന്നത് അദ്ദേഹത്തിനെ പലപ്പോഴും ഒരു സിനിമയ്ക്കും അവാർഡിന് പോലും പരിഗണിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു പക്ഷേ പലരും പറയുന്നത് സങ്കടമാണ്. സങ്കടം നേരിട്ട് കേട്ട് നമുക്ക് ബാക്കി പറയാം. നമുക്ക് ഇന്ന് നൽകപ്പെടുന്ന അവാർഡുകളുടെ ഒരു ഗണിതത്തിൽ എന്തൊക്കെയാണ് മനസ്സിലാവില്ലേ? അതിനെ ഒന്നും ചോദ്യം ചെയ്യാത്ത തരത്തിലുള്ള ചില സ്വഭാവ മികവിന്റെ സവിശേഷതയുള്ള സിനിമകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ സുരേഷ് ഗോപിക്ക് ഒരു കൺസിഡറേഷനും വേണ്ട, ഇനി അങ്ങോട്ട് വേണ്ട എന്ന് തന്നെ ഞാൻ പറയുകയാണ്. തന്നാൽ സ്വീകരിക്കും, തന്നാൽ സ്വീകരിക്കില്ല. അത് ദേശത്തിന്റെ അവകാശമാണ്. അത് ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യില്ല. പാപ്പൻ, കാവൽ, വനന്മാരെ ആവശ്യമുണ്ട്. ഇത് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരള സംസ്ഥാന അവാർഡിനെ കുറിച്ചിട്ടാണ്. സുരേഷ് ഗോപി പറയുന്നത് പാപ്പൻ, കാവൽ എന്ന് പറയുന്ന സിനിമകളൊക്കെ ഇവിടെ ഇറങ്ങിയായിരുന്നു. അത് എന്റെ സിനിമയാണ്, ഞാൻ അഭിനയിച്ച സിനിമയാണ്, എനിക്ക് അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള സിനിമയായിരുന്നു. പക്ഷേ എനിക്ക് അവാർഡ് തന്നില്ല. അതിന് കാരണം ഇവിടെ അവാർഡ് കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് നമ്മുടെ കേരളത്തിൽ അവാർഡ് കൊടുക്കുന്നത്, അല്ലാത്ത ആർക്കും അവാർഡ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് അത്തരം ചേർന്ന് നിൽപ്പോടുള്ള ആളുകളൊന്നല്ല ഞാൻ. എന്തുകൊണ്ട് അത്തരം ഗണിതത്തിന്റെ സമവായത്തിലൊന്നും ഞാൻ വരില്ല എന്നാണ് സുരേഷ് ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്ന മുഴുവൻ കൃത്യമായിട്ട് കേട്ട് മലയാളത്തിൽ എഴുതിയിട്ട് ഒന്ന് വായിച്ചു നോക്കിയാലോ ഒരു അന്തും കുന്തും ഉണ്ടാവില്ല. കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇംഗ്ലീഷൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മൊത്തം വായിച്ചിട്ട് ഇത് ഇന്നതാണെന്ന് തോന്നണ് എന്ന് പറയുന്നൊരു പരിപാടിയില്ലേ, അത് മാത്രമേ കിട്ടുള്ളൂ. എന്തായാലും കേട്ടുള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഗരുഡൻ, പാവം ആ ബിജു മേനോന് ചിലപ്പം അഭിനയത്തിനുള്ള അവാർഡ് കിട്ടിപ്പോയെന്ന്. എന്റെ രാഷ്ട്രീയത്തിന് അതിനൊരു വിഘാതം സൃഷ്ടിച്ചു. കേരളത്തിൽ നിന്ന് അത് കടത്തിവിടാത്ത ജൂറിയിലെ രണ്ടുപേരെ എനിക്കറിയാം, റീജിയണൽ കമ്മിറ്റിയില്. ഞാൻ പുറത്തു കൊണ്ടുവരും ആരാണ് അവരൊക്കെ. ഇദ്ദേഹത്തിന്റെ ഒരു സിനിമ അവാർഡിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അയക്കാത്ത ആ രണ്ടുപേരും ആരൊക്കെ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, മമ്മൂട്ടിയുടെ തകർത്ത് പണ്ടാടക്കി അഭിനയിച്ചിട്ട് പോലും മൂപ്പർക്ക് അവാർഡ് കിട്ടിയിട്ടില്ല. എന്തിനേറെ പൃഥ്വിരാജ് സുകുമാരൻ അവന്റെ ശരീരം അവന്റെ ജീവനടക്കം പണയപ്പെടുത്തിയിട്ടാണ് ഒരു സിനിമയിൽ അഭിനയിച്ചത്. ആടുജീവിതം, ജീവിതം പണയം വെച്ച് അഭിനയിച്ച സിനിമ. ഒരുപക്ഷെ അവൻ പറയുന്നത് ഞാൻ എന്റെ മകൾക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുന്ന, അച്ഛൻ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ കാണിച്ചു കൊടുക്കുന്ന ഏക സിനിമ അത് ആടുജീവിതമായിരിക്കും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു മൈൽ സ്റ്റോൺ ആണ് ആടുജീവിതം എന്നൊക്കെ പൃഥ്വിരാജ് പറയുന്നുണ്ട്. ആ സിനിമയ്ക്ക് പോലും അവാർഡ് കൊണച്ചിട്ടില്ല. അതിന് പകരം കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സംഘി പ്രൊപ്പഗണ്ട സിനിമയ്ക്കാണ് എന്റെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി ചേട്ടാ അവാർഡ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അടക്കം അറിയുന്നല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചോദ്യം ചെയ്യാത്ത? എന്റെ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയില്ല, ഞാൻ അഭിനയിച്ച സിനിമയ്ക്ക് അവാർഡ് കിട്ടില്ല. ബിജു മേനോൻ സിനിമയിലുള്ളതുകൊണ്ട്, ഞാനൊരു BJP-കാരനായതുകൊണ്ട് എനിക്ക് അവാർഡ് കിട്ടിയിട്ടില്ല എന്നിങ്ങനെ കൊണച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അവാർഡ് അതേ സമയം തന്നെ ഒരു സംഘി പ്രൊപ്പഗണ്ട സിനിമയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ള വർത്തമാനം എന്താണ് എന്റെ സുരേഷ് ഗോപി ചേട്ടാ അവിടെ തുറന്നു പറയാൻ കഴിയാത്ത? അപ്പൊ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് താങ്കൾ കേന്ദ്ര അവാർഡ് കമ്മിറ്റിക്ക് എതിരെയല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല ചേട്ടാ, ആണല്ലോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ BJP-കാരായതുകൊണ്ട് പല അവാർഡും കിട്ടിയിട്ടില്ല. അത് കേരളത്തിന്റെ അവാർഡാണ് കിട്ടാത്തത്, അതോ ഇനി കേന്ദ്രത്തിന്റെ അവാർഡാണ് കിട്ടാത്തത്? ഒപ്പം തന്നെ പറയുന്നു രണ്ടുപേരെ നിങ്ങൾക്കറിയാം. നിങ്ങൾ വെറുതെ രണ്ടുപേരെ നിങ്ങൾക്കറിയാം, തൃശ്ശൂരുകാരെ നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ആ രണ്ടുപേരെ പേര് പറയണം. എന്റെ പദവി ഉപയോഗിച്ചുകൊണ്ടല്ല, ഒരു ആക്ടറായി എന്റെ പ്രൊഡ്യൂസർ ലിസ്റ്റൻ സ്റ്റീഫനും അതിലെ നവാഗത സംവിധായകനായ അരുൺ വർമ്മയും റിക്വസ്റ്റ് ചെയ്തു, മന്ത്രിയായി ചോദിക്കണ്ട, ഈ സിനിമയിലെ കലാകാരനായി ചോദിച്ചൂടെ? ഇത് എന്നോട് ശ്രീ ബ്രിട്ടാസ് ചോദിച്ചിട്ടുണ്ട്. ഒരു കലാകാരനായി അങ്ങേക്ക് ഗവൺമെന്റിനെതിരെ സംസാരിച്ചുകൂടെ എന്ന്. അങ്ങനെ ഞാൻ എന്റെ INB സെക്രട്ടറിയോട് റിക്വസ്റ്റ് ചെയ്തു. ഇത് റീജിയണൽ കമ്മിറ്റി റിജക്ട് ചെയ്തു. എന്തെങ്കിലും ഒരു പോംവഴിയുണ്ടോ അത് കേന്ദ്ര ജൂറിയെ ഒന്ന് കാണിക്കുന്നതിനെന്ന് ചോദിച്ചിടത്ത് എനിക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം തന്ന റിപ്ലൈ, since you are a union minister and you are part of the film, we will not consider your request. ഞാൻ എന്റെ സർക്കാരിന്റെ നട്ടലിനെ ഞാൻ ബഹുമാനിക്കുന്നു. കൈയടിക്കില്ല. എന്ത് കൈയടിക്കില്ല?
നിങ്ങൾ യൂണിയൻ മിനിസ്റ്റർ ആണോ അല്ലോ എന്നല്ല. അതായത് നിങ്ങൾ യൂണിയൻ മിനിസ്റ്റർ ആയതുകൊണ്ട് നിങ്ങളെ സിനിമ അവിടേക്ക് എത്തിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂണിയൻ മിനിസ്റ്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അവാർഡ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം അല്ലേ? അതല്ലേ ഇപ്പൊ ഈ പറയുന്നത്. ഈ കൈയടിക്കുന്ന മൊയ്ന്തുകൾക്ക് മനസ്സിലായോ? അതായത് സുരേഷ് ഗോപി ചേട്ടൻ അഭിനയിച്ച സിനിമ അവിടേക്ക് കേന്ദ്ര ഗവൺമെന്റ് മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 100% കേന്ദ്ര ഗവൺമെന്റ് അതിന് അവാർഡ് കൊടുക്കേണ്ടി വരും. കാരണം എന്താ കാരണം? അതിൽ സുരേഷ് ഗോപി ഉണ്ട് എന്നതിനാൽ, BJP-കാരനായിട്ടുള്ള അദ്ദേഹം ഉണ്ട് എന്നതിനാൽ അതിന് അവാർഡ് കൊടുക്കേണ്ടി വരും. അങ്ങനെ അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ 100% അത് നാട്ടുകാർ മുഴുവൻ പറഞ്ഞു തുടങ്ങും അത് BJP-കാരനായതുകൊണ്ട് അവാർഡ് കൊടുത്തത്, കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് അവാർഡ് കൊടുത്തത്, അതുകൊണ്ട് താങ്കളുടെ സിനിമ അവിടേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളത് പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് അല്ലേ സുഹൃത്തെ? എന്തൊക്കെയായാലും സുരേഷ് ഗോപി ചേട്ടൻ ഇങ്ങനെ കരയുന്ന സമയത്ത് ഒരുപക്ഷെ ഇങ്ങനെ ഒരുപക്ഷെ 4, 5, 6 തവണ കരയേണ്ടിയിരുന്ന ഒരു മനുഷ്യൻ നമ്മുടെ കേരളത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മമ്മൂട്ടി എന്നാണ്, മുഹമ്മദ് കുട്ടി. അദ്ദേഹത്തിന്റെ എത്ര സിനിമകൾക്ക്, പേരൻപ് ഒരു സിനിമ നമ്മുടെ നാട്ടിൽ വന്നു പോയായിരുന്നു, അവാർഡ് കിട്ടിയോ? നമ്മുടെ നൻപകൽ നേരത്ത് മയക്കം അവാർഡ് കിട്ടിയോ? ലാസ്റ്റ് വന്ന ബ്രഹ്മയുഗം അതിനിപ്പോ എത്താൻ പോകുന്നുള്ളൂ. കിട്ടില്ല, നമുക്ക് നോക്കാം. കിട്ടില്ല, മമ്മൂട്ടിക്ക് കൊടുക്കില്ല. ഒരുപക്ഷെ മമ്മൂട്ടിയുടെ കയ്യിലേക്ക് എത്താണ്ടിരുന്ന എത്രയോ നാഷണൽ അവാർഡുകൾ ഇപ്പോഴും തടയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് പോലും മോഹൻലാലിനാണ് നമ്മുടെ മലയാള സിനിമ ഒരുപക്ഷം ഇന്ത്യൻ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത്. എന്താ മമ്മൂട്ടി അർഹനല്ലേ? 100% അർഹതയില്ലേ? എന്താ കിട്ടില്ല? ഞാനിപ്പോഴും പറയുന്നു, കിട്ടില്ല. മമ്മൂക്കയുടെ മരണം വരെ കിട്ടില്ല. മരിച്ചു കഴിഞ്ഞാൽ പോലും അതുമായി ബന്ധപ്പെട്ട ബഹുമതി പോലും മമ്മൂക്കയ്ക്ക് കിട്ടില്ല. സാധ്യത 100% കുറവാണ്. അപ്പൊ എന്റെ പൊന്നു സുരേഷ് ഗോപി ചേട്ടാ, താങ്കൾ ഇങ്ങനെ കരയുന്നത് ഒരു അവാർഡിന് വേണ്ടിയിട്ടാണ്. ഇവിടെ അങ്ങനെ എത്രയോ അവാർഡുകൾ തഴയപ്പെട്ട ഒരു മനുഷ്യന്റെ പേരാണെന്നേ മമ്മൂക്ക. താങ്കൾ ഇനി കരയേണ്ടത്, താങ്കൾ ഇനി പ്രസംഗിക്കേണ്ടത് എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് ഇങ്ങനെ പല സിനിമകൾക്കും അവാർഡ് കൊടുക്കാതെ മാറ്റി നിർത്തപ്പെട്ടു? എന്തുകൊണ്ട് നമ്മുടെ പൃഥ്വിരാജിന് അവാർഡ് കൊടുക്കാതെ മാറ്റി നിർത്തപ്പെട്ടു? ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ട് പരിഗണിക്കേണ്ട സിനിമയായിരുന്നില്ലേ അത് എന്നൊക്കെ പറയേണ്ട താങ്കൾ എന്താണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? സങ്കടമുണ്ട് കേട്ടോ, സങ്കടമുണ്ട്, വളരെ സങ്കടമുണ്ട്. വേനൽക്കാലാണ്, ഇനിയിപ്പോ ഹിമാലയയുടെ ഒക്കെ എന്തെങ്കിലും അങ്ങനെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തില്ല കേട്ടോ. വാങ്ങിച്ചു വെച്ചോണ്ട് പറഞ്ഞ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തേച്ചിട്ട് നടക്കേണ്ടി വരും. ബൈ.